എന്നാ CM ഇത്ര ചിരിക്കാൻ? അല്ല, ഇനി കുറെ നാൾ കഴിയുമ്പോ ഈ ഫോട്ടോ വെച്ചിട്ട് ഈ മഹാനും ദണ്ഡിയാത്രയിൽ പങ്കെടുത്തിരുന്നു എന്ന് പറയുമല്ലോ എന്നോർത്തിട്ട് ചിരിച്ചു പോയതാണ്. അതിൻ്റെ അടിയിലേ ഒരു വാർത്ത ശ്രദ്ധിച്ചായിരുന്നോ? നമ്മുടെ KSRTC CMDയുടെ കടക്ക് പുറത്തുനിന്ന് 2 ദിവസം മുമ്പ് ഓശാന മാടിയിട്ടെ ഇത്ര വേഗം കുറിച്ച് തറക്കണ്ടായിരുന്നു. സർക്കാരിൻ്റെ ഇമേജ് പോയി. യൂണിയനുകൾ നമ്മുടെ പാർട്ടിയുടെ ശക്തിയാണ്. ഒരാൾക്ക് വേണ്ടിയിട്ട് അവരെ പിടക്കുന്നത് അബദ്ധമാണ്. അതുകൊണ്ടാണ് എൻ്റെ ഇഷ്ടക്കാരനായിട്ട് കൂടി അദ്ദേഹത്തെ എനിക്ക് കൈയൊഴിയേണ്ടതായിട്ട് വന്നത്. ട്രാൻസ്പോർട്ട് കമ്മീഷണർ സ്ഥാനത്ത് നീക്കിയിട്ടേ അധികം നാളായില്ലായിരുന്നു. അത് പിന്നെ തുക്കളൊക്കെ പരിഷ്കാരം കൊണ്ടുവരാൻ ശ്രമിച്ചതല്ലേ. ഹെൽമെറ്റ് ഇല്ലാത്തവർക്ക് പമ്പിൽ നിന്ന് പെട്രോളൊക്കെ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കുമോ? പക്ഷേ ഇത്തവണ ഇച്ചിരി കടുപ്പമായിപ്പോയി. ജീവനക്കാർക്ക് ഇച്ചിരി വണക്കം ഉണ്ടായാലും പുള്ളിക്കാരൻ KSRTC ഒരു കരക്ക് എത്തിച്ചേനെ. അത് വിട് CM, എന്തിനാ വെറുതെ മൂഡ് കളയുന്നത്? ഇന്നേ ബഡ്ജറ്റ് ദിനമല്ലേ? ഇന്ന് കേരള ബഡ്ജറ്റ്, നാളെ കേന്ദ്ര ബഡ്ജറ്റ്. ആരായിരിക്കും സ്കോർ ചെയ്യുന്നത്? അതിൽ സംശയം വേണോ? നമ്മുടെ തോമസ് സാറ് തന്നെ ആയിരിക്കും. അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടിട്ടുണ്ടോ? വേറൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞനും ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. അതുപോട്ടെ, ഇനി ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ പുള്ളിക്കാരൻ്റെ മുഖത്ത് വിരിയുന്ന ആ പുച്ച ചിരിയുണ്ടല്ലോ, അതാ പുള്ളിക്കാരൻ്റെ ഹൈലൈറ്റ്. അല്ല CM, അദ്ദേഹം ശരിക്കും സാമ്പത്തിക ശാസ്ത്രജ്ഞൻ തന്നെയാണോ? ആണെന്നല്ലേ നമുക്ക് പറയാൻ പറ്റൂ. അപ്പുറത്തെ വാടിസാറിനെ നാക്കുകൊണ്ടെങ്കിലും നേരിടാൻ കെൽപ്പുള്ള വേറെ ആരും നമ്മുടെ മന്ത്രിസഭയിൽ ഇപ്പോൾ ഇല്ലല്ലോ. ബജറ്റ് ജനപ്രിയം മാത്രമാകില്ല എന്ന് പറഞ്ഞാൽ വല്ല പന്തികേടുണ്ടോ? ഇന്ന് തോമാച്ചൻ്റെ 10ാമത്തെ നോവൽ വായനയാണ്. മലയാളികളിതെല്ലാം വളരെ കൗതുകത്തോടെ തന്നെ കേട്ടിരിക്കും. കാരണം വളരെ കാവ്യാത്മകമായിട്ടാണല്ലോ അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിക്കാറുള്ളത്. കേരളത്തിലെ തൊഴിലില്ലായ്മ ദേശീയ ശരാശരിയേക്കാൾ ഇരട്ടിയാണെന്നാണ് റിപ്പോർട്ട്. ശരിയാ. ചെറുപ്പക്കാരുടെ മുഖത്തെ നമ്മൾ എങ്ങനെ നോക്കും? മനുഷ്യശേഷി ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പം തന്നെ ഇവിടെ 35 ലക്ഷത്തോളം അന്യസംസ്ഥാന തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. അവരില്ലെങ്കിലേ ഇവിടെ ആര് റോഡ് പണിയും, ആര് കെട്ടിടം പണിയും, ആര് ഹോട്ടലിൽ പണിയെടുക്കും? അതെ, നമ്മുടെ ആളുകൾക്ക് ജോലിയില്ലെങ്കിലും അവരെ നിലനിർത്തണം CM. നമ്മുടെ ആളുകൾക്ക് തൊഴിലില്ലായ്മയല്ലല്ലോ, തൊഴിലെടുക്കായികയല്ലേ. വേണ്ടത്ര കേന്ദ്ര ഫണ്ട് നമുക്ക് ലഭിക്കുന്നില്ലല്ലോ. ലോട്ടറി വിറ്റും മദ്യം വിറ്റും ആളുകളെ മയക്കി വിപ്ലവാത്മകമായിട്ട് നമുക്കിങ്ങനെ തന്നെ മുന്നോട്ട് പോകാം. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് നിയമസഭയിലേക്ക് പോകേണ്ട സമയമായില്ലേ? തോമസ് സാറേ എന്തെങ്കിലും ബോംബ് പൊട്ടിക്കാതിരിക്കില്ല. ഇത്തവണ ഇനി ആരുടെ മണ്ടയിലാ ബോംബിടാൻ പോകുന്നതെന്ന് അറിയത്തില്ല. എൻ്റെ അയ്യപ്പാ കാത്തോണേ. 5000 കോടി, ഒരു 10,000 കോടി. പ്രണാമം ചാണ്ടി സാറേ. പ്രണാമം. ഇരിക്ക്. അല്ല, കാര്യമായ രചനയിലാണല്ലോ. അങ്ങനെയൊന്നും ഇല്ല. ജീവചരിത്രം എഴുതുകാര്യം? അതൊന്നുമല്ല. അല്ല, ജീവചരിത്രം എഴുതുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. കാരണം കഴിഞ്ഞ ഒരു 10 വർഷത്തെ ചരിത്രം എടുത്ത് ഒന്ന് വിശകലനം ചെയ്തു കഴിഞ്ഞാൽ സംഭവ ബഹുലമായിരിക്കും. നോക്കട്ടെ. ഓ ബജറ്റിന്റെ വിശകലനമായിരിക്കും. അല്ല, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ജുബ്ബ സാറിന്റെ ബജറ്റ്? ലോക തോൽവി. പ്രളയം കഴിഞ്ഞിട്ട് കേരളം കണ്ട മറ്റൊരു ദുരന്തം. അത്രയ്ക്ക് അങ്ങോട്ട് താഴ്ത്തണോ? നല്ലതൊന്നുമില്ലെന്നാണോ പറഞ്ഞു വരുന്നത്? അല്ല, ഉണ്ടെങ്കിൽ തന്നെ പറയാൻ പാടില്ലല്ലോ അല്ലേ, പ്രതിപക്ഷമായി പോയില്ലേ. പിന്നെ നാളെ ഞങ്ങളുടെ ബജറ്റാണ്, അതിനെപ്പറ്റി പറയാനുള്ള കുറച്ച് കുറ്റങ്ങൾ കൂടി കണ്ടുവച്ചോ. ഇലക്ഷന് തൊട്ട് മുമ്പുള്ള ബഡ്ജറ്റ് അല്ലേ? അപ്പൊ ജനപ്രിയ പ്രഖ്യാപനങ്ങളുടെ പെരുന്നാളായിരിക്കുമല്ലോ. ജനപ്രിയം എന്നല്ല, ഒരു സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ബജറ്റ് ആയിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രഖ്യാപനമല്ലേ, അടിച്ച് കയറ്റാമല്ലോ. പക്ഷെ പണ്ടത്തെ പോലെ ജനം തൊണ്ട തൊടാതെ വിഴുങ്ങുമെന്ന് നിങ്ങൾ കരുതണ്ട. നിങ്ങൾ എന്ത് മായാജാലം കാണിച്ചാലും നിങ്ങളുടെ വിധി ജനം തീരുമാനിച്ചു കഴിഞ്ഞു. എൻ്റെ പൊന്നച്ചായ, നിങ്ങളിതുപോലെ നഴ്സറി പിള്ളേരോട് പോയി പറ, എന്നെപ്പോലെ ലോക സാമ്പത്തിക വ്യവസ്ഥയുടെ നിമ്നോന്നതങ്ങളെക്കുറിച്ചും അതിൻ്റെ വ്യതിയാനങ്ങളെക്കുറിച്ചും ലോകരാഷ്ട്രങ്ങളുടെ സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ച് അതിൻ്റെ ഗുണവും ന്യൂനതയും നിരന്തരമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിതാന്ത കുതുകിയായ വിജ്ഞാന ഭണ്ഡാരത്തോടാണ് നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം വിസ്മരിച്ചു പോകരുത്. ഈ നാക്കില്ലെങ്കിൽ കഷ്ടപ്പെട്ടു പോയാനെ. ഈ പ്രളയത്തിൽ നിന്ന് കരകയറാൻ
നിങ്ങളുടെ കേന്ദ്രം സഹായിച്ചില്ലെന്നാണ് തോമാച്ചൻ പറയുന്നത്. അല്ല ചാണ്ടി സാറേ, ഈ സംസ്ഥാനത്തിന് മാത്രമായിട്ട് എവിടെ നിന്നാണ് ഫണ്ട്? കിഫ്ബി എന്ന് തോമാച്ചായൻ നാഴികയ്ക്ക് 46 വട്ടം പറയുന്നുണ്ടല്ലോ. ഇതൊക്കെ നടപടിയാകുന്ന കാര്യമാണ്. ഹോ, ഒരു പെരുങ്കള്ളന്റെ കയ്യിൽ നിന്ന് വേറൊരു കള്ളൻ മോഷണം പഠിച്ച മാതിരി. പിന്നെ ഈ ബഡ്ജറ്റ് കാണണമെങ്കിൽ ഞങ്ങൾ വരുമ്പോൾ കാണിക്കാം. നിയമസഭ ഇളക്കി മറിക്കും. സ്പീക്കറുടെ കസേരയുടെ കാല് കോൺക്രീറ്റിൽ ഉറപ്പിച്ചു വെക്കേണ്ടി വരും. കൂടുതൽ പറയണ്ട. ഗംഗാനദി ശുദ്ധീകരിക്കാൻ കോടികളല്ലേ നിങ്ങൾ വകയിരുത്തിയത്? എന്നിട്ടിപ്പോൾ എന്തായി? ഇപ്പോഴും മലിനമല്ലേ ഗംഗ? ഞാനിതിനെ വേറൊരു ആംഗിളിലൂടെയാണ് കാണുന്നത്. ഇത്രയേറെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് ഇതാണ് അവസ്ഥയെങ്കിൽ, ഇത് നടത്തിയില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു? ഗംഗാനദി മാത്രമല്ല, രാജ്യം മൊത്തം നിങ്ങൾ മലിനമാക്കിയില്ലേ? എന്തിന്? ജനങ്ങളുടെ മനസ്സിൽ പോലെ നിങ്ങൾ മാലിന്യം കുത്തി നിറച്ചില്ലേ? ചാണ്ടിച്ച, ഈ കാടടച്ച് വെടിവെക്കുന്ന ഏർപ്പാട് ശരിയല്ല. അത്രമാത്രം മാലിന്യങ്ങളൊന്നും നിറച്ചിട്ടൊന്നുമില്ല. കുറച്ചൊക്കെ ഉണ്ട്. ബാക്കിയൊക്കെ മറ്റന്മാരെ കയറ്റി പറയുന്നതാണ്. പിന്നെ പോയിട്ട് ഇത്തിരി തിരക്കുണ്ട്. എനിക്കും തിരക്ക. ബഡ്ജറ്റിലെ കുറ്റങ്ങൾ കണ്ടുപിടിക്കട്ടെ. അന്തപ്പൻ സാറേ, എല്ലാം ഇങ്ങനെ ഉള്ളിൽ വെച്ച് വിങ്ങി പൊട്ടാതെ ഒന്ന് തുറന്ന് പറയ്. ഇന്നലെ നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ രക്തസാക്ഷി ദിനത്തിൽ അദ്ദേഹത്തെ അപമാനിക്കുന്ന ഒരു വീഡിയോ കണ്ടു. അപ്പൊ തുടങ്ങിയ വിങ്ങല ഇവിടെ ഇരുന്ന്. അത് തീവ്ര വികാരമുള്ള ചിലർ ചെയ്യുന്ന തോന്നിയവാസങ്ങളാണ്. അതിനെ അർഹിക്കുന്ന രീതിയിൽ പുച്ഛിച്ച് തള്ളുക എന്നുള്ളതാണ് നമ്മളെപ്പോലുള്ള മഹാന്മാർ ചെയ്യേണ്ടത്. വളർന്നു വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ അവരുടെ ഉള്ളിൽ നെഗറ്റീവായിട്ടുള്ളൊരു സ്വാധീനം വളർന്നു വരാൻ സാധ്യതയില്ലേ? നാളെ നമ്മുടെ രാജ്യത്തെ നയിച്ചു കൊണ്ടുപോകേണ്ടത് അവരല്ലേ? ഒരു വിധത്തിൽ പറഞ്ഞാൽ സാറ് പറയുന്നതിലും കാര്യമുണ്ട്. പക്ഷേ ആ മഹാത്മാവിനെ ഇല്ലാതാക്കിയവർ വീണ്ടും വീണ്ടും അദ്ദേഹത്തിൻ്റെ മരണം കാണാൻ ആഗ്രഹിക്കുകയാണ്. ഇവർക്കൊന്നും ചോര കണ്ട് മതി വന്നില്ലേ? അതെ, കൊലയാളിയായിട്ടുള്ള ഗോഡ്സേക്ക് ജയ് വിളിക്കുന്നത് എന്താദർശത്തിൻ്റെ പേരിലായാലും വച്ച് പൊറപ്പിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും നമ്മൾ തമ്മിൽ രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും സാറ് പറഞ്ഞ ഈ കാര്യത്തിൽ 100% ഞാൻ സാറിനോട് യോജിക്കുകയാണ്. ജയ് ഹിന്ദ്. നെടുനാൾ വിപിനത്തിൽ വാഴ്വാനിടയായി ഞങ്ങൾ, അതെൻ്റെ കുറ്റമോ? പടു രാക്ഷസ ചക്രവർത്തി എന്നുടൽ മോഹിച്ചതു ഞാൻ പിഴച്ചതോ? ശരി ഭൂപതി സമ്മതിക്കണം, ചരിതഹൃത്തിൽ നിജപ്രജാമതം. പല കക്ഷികളായി ജനഹൃദയമറിയേണ്ടയോ നൃപൻ. ഇതെന്നതാ കലാപ്രസംഗോ? ഓ അല്ല സാറേ, അതെ സാറേ, ഈ തോമാച്ചൻ സാറിന് ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ സീതയെ പറ്റി പാടാം. ഈ നിങ്ങളുടെ സർക്കാരിനെ താങ്ങി നിർത്തുന്ന ഈ പാവപ്പെട്ട ഞാനൊക്കെ സീതയെ പറ്റി പാടിയ എന്താ സാറേ ഒരു കുഴപ്പം? അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം ശൈലിയല്ലേ സാറേ ആ എഞ്ചോടിക്കണക്ക് അവതരിപ്പിച്ച മഹാനായ സാറല്ലേ, അദ്ദേഹത്തെ ഒന്ന് ദർശിക്കാൻ പറ്റുമോ? ചില സംശയങ്ങളൊക്കെ ദൂരീകരിക്കാനായിരുന്നു. എന്താ തൻ്റെ സംശയം? സാറേ, ഈ നവകേരള നിർമ്മാണത്തിനായി 25 പദ്ധതികൾ ബജറ്റിലുണ്ടെന്ന് കേട്ടല്ലോ. അതിൽ ഈ പാർട്ടിയുടെ ഉച്ചകോടി, കേരള യാത്ര, അതുപോലെ തന്നെ പാർട്ടിയുടെ മറ്റ് പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഈ ബജറ്റിൽ പെടുമോ സാറേ? താനാൾ കൊള്ളാലോ. അതിനൊക്കെ ഞങ്ങൾ വേറെ ഫണ്ട് കണ്ടെത്തും. കണ്ടെത്തണം സാറേ. ഒരു ലോട്ടറി എടുക്കട്ടെ? ലോട്ടറി. എടോ, കൊല്ലക്കുടിയിലാണോ സൂചി വിൽപ്പന? എടോ, ഞങ്ങളിത് അടിച്ചു വിടത്തുള്ളു, വാങ്ങത്തില്ല. ഒന്ന് പോടോ. സാറേ, ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടി ഞാൻ പോയിക്കോളാം സാറേ. തോമസ് സാറ് ബജറ്റ് അവതരിപ്പിച്ചില്ലയോ? അതിൽ ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾക്ക് പറ്റി എന്തോ ഒലക്കിയാ സാറേ അതിൻ്റെ അകത്തുള്ളത്.
സാറിന് പറ സാറേ. സഹോദര, പാവപ്പെട്ടവർക്ക് വേണ്ടി ബഡ്ജറ്റിൽ എന്തെല്ലാം പദ്ധതികളാണ് നടപ്പിലാക്കുന്നതെന്ന് അറിയാമോ? പക്ഷെ ഞാൻ അറിഞ്ഞൊരു കാര്യം ചോദിച്ചോട്ടെ സാറേ, ഈ കേരള ജനറിക് ബ്രാൻഡ് എന്ന പേരിൽ മരുന്നുണ്ടാക്കാൻ പോകണമെന്ന് കേട്ടേ, ഈ കള്ള് അതിൽ പെടുവോ സാറേ? കള്ള് തനിക്ക് വേറൊന്നും ചോദിക്കാനില്ലേ? സർക്കാരിൻ്റെ വരുമാനത്തിന് 50% കിട്ടുന്ന സാധനം എൻ്റെ കയ്യിലിരിക്കുന്നത്, ബാക്കി പകുതി കിട്ടുന്ന സാധനമാണ് എൻ്റെ വയറ്റിൽ കിടക്കുന്നത്. ഇത് രണ്ടെണ്ണത്തിനും ഗുണമുള്ള എന്ത് സാധനമാണ് സാറേ സാറിൻ്റെ വയറ്റിലുള്ളത്? നന്ദി വേണം സാറേ, നന്ദി. ഓ വന്നോ? ഒരു മാസമായി കൺമഷി വാങ്ങിത്തരാന്ന് പറഞ്ഞു പോയിട്ട്. എടി സത്യമായിട്ട് ഞാൻ ഇന്ന് മേടിക്കാൻ പോയതാ. എടി അപ്പോഴല്ലേ എടി ബജറ്റ് വന്നത്. എടി നീ അറിഞ്ഞോ ആഡംബര വസ്തുക്കൾക്ക് വില കൂടും? എടി നീ പറ ഞാൻ ആ തോമാച്ചൻ്റെ മുമ്പിൽ തോക്കണോ? പിന്നെ എല്ലായിടത്തും ഇപ്പൊ അങ്ങ് ജയിച്ചിരിക്കുമല്ലേ. എടി നീ അറിഞ്ഞോ, എടി നമ്മുടെ നല്ലകാലം തുടങ്ങാൻ പോവാ. എടി ധനമന്ത്രി ബഹിരാഷ്ട്ര കോർപ്പറേറ്റുകളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരും. ഞാനീ ലോട്ടറി കച്ചവടമൊക്കെ വിട്ടിട്ട് ഒരു IT കമ്പനി തുടങ്ങാൻ പോവാ. പിന്നെ വിളിച്ച ഇങ്ങോട്ട് ഓടി വരല്ലോ കോർപ്പറേറ്റർ. തേങ്ങ വാങ്ങിച്ചായിരുന്നോ നിങ്ങള്? എടി തേങ്ങ മനഃപൂർവ്വം വാങ്ങാതിരുന്ന. അതെന്താ? എടി കേരഗ്രാമത്തിന് 4 കോടിയാ ബജറ്റിൽ വെച്ചേക്കുന്നത്. മാത്രമല്ല 10 ലക്ഷം തെങ്ങും തൈകൾ വച്ചുപിടിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എടി നമുക്ക് സ്വന്തമായിട്ടൊരു തൈ വെച്ചിട്ട് തേങ്ങ ഇട്ട് തിന്നാ പോരെ? സാർ എന്താ പ്രശ്നം? സാർ ഞങ്ങളുടെ പ്രശ്നത്തിലൊന്ന് ഇടപെടണം. കൂടുമ്പോൾ ഇമ്പമുള്ളതാവണം കുടുംബം, അല്ലാതെ കമ്പക്കെറ്റിന് തീ കൊടുത്തിയത് പോലെ ആവരുത്. മാത്രമല്ല സ്ത്രീകളോടല്ല പരാക്രമം കാണിക്കേണ്ടത്. സാറിങ്ങനെ പറയുകയാണെങ്കിലേ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. സാറിത് പറഞ്ഞു മനസ്സിലാക്കേണ്ട എൻ്റെ അടുത്തല്ല, വയനാട്ടിൽ നിങ്ങളുടെ നേതാവില്ലേ പുള്ളിയെടുത്ത് പറഞ്ഞാൽ മതി. ആയിരിക്കട്ടെ, ഞാൻ വേറൊരു കാര്യം ചോദിക്കാം. നമ്മൾ ഇന്നത്തെ ബജറ്റിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഈ സാധാരണക്കാരുടെ അഭിപ്രായം എന്നറിയാൻ വേണ്ടി ചോദിച്ചാൽ കേട്ടോ. ബജറ്റൊക്കെ എത്ര കേട്ടിരിക്കുന്നു സാറേ. ഇതൊക്കെ ഈ പ്രഖ്യാപനം മാത്രമല്ലേ ഉള്ളൂ. ആശ്വാസമായി. ഞാൻ നിങ്ങൾ പോസിറ്റീവായിട്ട് എന്തെങ്കിലും പറയുമെന്ന് വിചാരിച്ച് പേടിച്ചിരിക്കുകയായിരുന്നു. ബജറ്റിന് എന്താ കുഴപ്പം? തോറ്റ മേഖലയൊക്കെ ആദായവൽക്കരിക്കുന്നു ബജറ്റിൽ തോമസാർ പറഞ്ഞിട്ടുണ്ടല്ലോ. ഭരിക്കുന്നവരുടെ ആദായത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഹാരിസൺ തോറ്റം കൈവശം വെച്ചവർക്ക് എഴുതി കൊടുക്കാൻ പോകുന്ന കാര്യം അറിഞ്ഞില്ലേ? സാറേ ഈ LED ബൾബ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. LED ബൾബല്ല, LDF ബൾബായിരിക്കും. അത് നോക്കുക വേണ്ട, മൊത്തം ഫ്യൂസ് ആയതായിരിക്കും. പിന്നെ ഇനിയുള്ള കേന്ദ്ര ബജറ്റ് അത് മൊത്തം പോക്ക. നിങ്ങൾ ഇത് നോക്കേണ്ടത് നമ്മുടെ ഗാന്ധി മോനെയും പാർട്ടിയും നോക്കുക, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക, എല്ലാം ശരിയായിക്കോളും. ഓഹോ, അപ്പോൾ സാറും ഇങ്ങനെയല്ലേ? വളരെ നിരാശാജനകനായിപ്പോയി സാറേ. ഒരു കാലിയായ ചാക്കിൽ നിന്നും ഇല്ലാത്ത കോടികളെടുത്ത് വേറൊരു കാലിയായ ചാക്കിലിടും. അപ്പൊ ഇടുന്ന ചാക്ക് നിറഞ്ഞു വരുന്നു വിചാരിക്കുക. അതെങ്ങനെ വിചാരിക്കും? വിചാരിക്കണം, കാരണം ഇടുന്നത് നമ്മളല്ലേ, നിറഞ്ഞിരിക്കും.